ഇപ്പോൾ ഉള്ളത് മുണ്ടക്കൈ മേഖലയിലാണ്. ഇപ്പോൾ ഇതാ നിരനിരയായി ഈ സന്നദ്ധ സേവകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഈ പ്രദേശവാസികളൊക്കെ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, എത്തിത്തുടങ്ങാൻ ആകുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഈ മണിക്കൂർ ലഭിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവരെല്ലാം അത്തരത്തിലൊരു ക്രമീകരണങ്ങൾ നടത്തുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സന്നദ്ധ സേവകരുടെ ഒരു നീണ്ട നിര തന്നെ തുടക്ക ദിവസം മുതൽ ഉള്ളതുപോലെ തന്നെ അവരുടെ ഈ വടി ഉപയോഗിച്ചും ഈ മണ്ണിലൊക്കെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഇനി ആളുകളെത്തി അവരുടെ നിർദ്ദേശം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമുണ്ട്, ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിനനുസരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മുണ്ടക്കൈയിലെ ഈ ഒരു മേഖല കാണുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഈ പാറക്കെട്ടുകൾ ചിതറിപ്പോയ ആ ഒരു വഴിയാണ്. ഇങ്ങനെ ഇടിഞ്ഞാണ് ഈ ചൂരൽമല വില്ലേജ് ഓഫീസർ പരിസരത്തേക്കും ചൂരൽമലയിലേക്ക് വരെ പതിഞ്ഞത്. ഇവിടെ നിന്നാണ് ഈ പുഞ്ചിരിമട്ടം മുകളിൽ നിന്ന് ആ കരയ്ക്ക് ഉദ്ഭവം കേന്ദ്രം മുതൽ ഇങ്ങോട്ടേക്കുള്ള നേർങ്ങനെയുള്ള ആ ഒരു വഴി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അതിപ്പോൾ അവശേഷിക്കുന്നില്ല. അങ്ങനെയുള്ള എത്ര ഭീകരമായ കാഴ്ചകൾ, അത്തരത്തിലുള്ള കാഴ്ചകളിലൂടെയൊക്കെയാണ് അതിൻ്റെ തീവ്രത ഒട്ടും കുറയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം 11 ദിവസങ്ങൾ പിന്നിട്ടു. അപ്പോഴും അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ അത്രമേൽ വേദനയുണ്ടാക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ. ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ അതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് താഴെ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും മുൻകരുതലൊക്കെ എന്താണ്? നിർദ്ദേശങ്ങൾ പറഞ്ഞാലേ ഇപ്പോൾ ജനകീയ ഒരു ഇതിൽ നമുക്ക് അവർ പറഞ്ഞത് നിങ്ങൾക്ക് സാധ്യമാണോ അത്ര ഒന്ന് തെരച്ചിലാണ് നോക്കണം. അപ്പോൾ ഇത് ആദ്യം കുറേ പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഇത് ജനകീയ തെരച്ചിലായതുകൊണ്ട് എന്നവർക്ക് കൂടി പറയണം, ഒരു തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞിട്ട്. നമ്മളെല്ലാം കർണാടകക്കാരാണ്. കർണാടകയിൽ നിന്ന് വരും. അതെ, നേരത്തെ അനശ്വരയൊക്കെ സംസാരിച്ചിരുന്നു. കർണാടകയിൽ വരുന്ന സംഘത്തിനോട് അത്തരത്തിൽ എല്ലാവരും മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും മറന്ന് നമ്മൾ ഇതിനെ അതിജീവനത്തിൻ്റെ പാതയിലെത്തുന്ന കാഴ്ചകൾ അതും മറുഭാഗത്തുണ്ട്. ഒപ്പം ഒരു ഭാഗത്ത് തിരച്ചിൽ പുരോഗമിക്കുന്ന മുണ്ടക്കൈയിൽ നിന്ന് പറയാനുള്ളത്, മുണ്ടക്കൈയിലെ അങ്ങനെ ഒരു ഏരിയയാണ്, അങ്ങനെ ഒരു ടെറൈനൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഒരു മേഖല ഞാൻ പറഞ്ഞു, ഈ ഒരു വെള്ളച്ചാട്ടം അത്ര ഭൂപ്രകൃതിയാൽ മനോഹരമായൊരു പ്രദേശം. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു വശവും ഇപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ഒരു മലയുടെ ആ ഒരു പച്ചപ്പും മനോഹാരിത ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കാണുന്ന അത്തരത്തിൽ ദയനീയമായൊരു കാഴ്ച അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്ന് ഈ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ താഴെ വരെ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം അങ്ങനെ ഒരു സ്ഥലമാണ്. ഈ ഒരു ഫ്രെയിമിൽ മുകളിൽ നിന്ന് താഴെ വരെയുള്ള അത് വിദൂരമായി പോലും ആളുകളെ തിരച്ചിൽ നടത്തുന്ന ചൂരൽമല പ്രദേശത്തേക്ക് നീങ്ങുന്ന ആ മേഖലയിൽ പോലും ആളുകൾ തിരച്ചിൽ നടത്തുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശവാസികളും ഈ നാട്ടുകാരും ഈ ജനപ്രതിനിധികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയും അവരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് തേടാമെന്ന് കരുതുന്നു. അത്തരത്തിൽ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പരിശോധനയൊക്കെ നടത്തുകയാണ്. പൂജ, തീർച്ചയായിട്ടും